for intermediate code representing in the intermediate code representation, there are different formats like syntax, abstract syntax tree, postfix expression, then directed acyclic graph, and a 3-address code, right? ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതിൽ how to draw a syntax tree we have discussed, how to write the postfix expression we have discussed, how to draw a DAG also we have discussed, and we moved to 3-address code. And inside 3-address code, we have studied what is a 3-address code, what is the format, general form of 3-address code. This is the general format, right? A is equal to B, OP, C. Here A, B, C are operands and OP is the operator, right? This is what we have discussed. And if you are given with a complex expression, how to convert it into a 3-address code, that also we have discussed, right? So this was the code for the syntax tree and this is the code for DAG. This is what we have discussed in our last class. Okay, അല്ലേ? ഇതുവരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതുവരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? 3-address code ആക്കുന്നത് വരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തത്, അല്ലേ? And today we are going to discuss which are the different implementation for 3-address code. എന്താണ് പറയാൻ പോകുന്നത്? നമ്മളിപ്പോൾ 3-address code പറഞ്ഞല്ലോ, ഇനി how to implement it, that is what we are going to discuss today. Implementation of 3-address code. There are mainly 3 representation. One is quadruples and second one is triples. Third one is indirect triples. Okay, so these are the 3 format for representing a 3-address code. എന്താ നമ്മൾ പറഞ്ഞു വരുന്നത്? നമ്മളിപ്പോൾ 3-address code എന്താന്ന് പറഞ്ഞു, how to represent a 3-address code also we have discussed. ഇനി എന്ത് ചെയ്യണം? ഇതിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് 3-address സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതാണല്ലോ. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ ഇത്രയും ടൈപ്പിനെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യണം 3-address കോഡിലേക്ക്. അതിനുവേണ്ടി നമുക്ക് ഇംപ്ലിമെന്റേഷൻ മെക്കാനിസംസ് വേണമല്ലോ. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന 3 ഇംപ്ലിമെന്റേഷൻ മെക്കാനിസംസ് ആണ് ഈ പറഞ്ഞ 3 വൺ ഇസ് ക്വാഡ്രപ്പിൾ, ട്രിപ്പിൾ, ഇൻഡയറക്റ്റ് ട്രിപ്പിൾ. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ക്വാഡ്രപ്പിൾസിലേക്ക് പോകാം. എന്താ ക്വാഡ്രപ്പിൾ എന്ന് വെച്ചാൽ എന്താ വേർഡ് മീനിങ്? ക്വാഡ്രപ്പിൾ എന്ന് വെച്ചാൽ എന്താ? What is the word meaning of quadruple? കമന്റ് ചെയ്യുന്നുണ്ടോ നിങ്ങൾ? ക്വാഡ്രപ്പിളിന്റെ വേർഡ് മീനിങ് എന്താടാ? ആകാശ്? പാർട്സ്. ഫോർ പാർട്സ്. വെരി ഗുഡ്. അതാണ് 4 പാർട്സ്. അപ്പോൾ ഇവിടെ ക്വാഡ്രപ്പിളിലും അത് തന്നെയാണ്. നമ്മൾ ക്വാഡ്രപ്പിൾ റെപ്രസെന്റേഷനിൽ അവിടെ എ ക്വാഡ്രപ്പിൾ ഇസ് എ റെക്കോർഡ് സ്ട്രക്ചർ വിത്ത് 4 ഫീൽഡ്. ഏതൊക്കെയാണ് ഈ 4 ഫീൽഡ് എന്ന് പറയുന്നത്? ഓപ്പറേറ്റർ, ആർഗ്യുമെന്റ് 1, ആർഗ്യുമെന്റ് 2 ആൻഡ് റിസൾട്ട് ഫീൽഡ്. അതായത് നമ്മളിപ്പോൾ ക്വാഡ്രപ്പിൾ റെപ്രസെന്റേഷൻ പറയുവാണെങ്കിൽ ക്വാഡ്രപ്പിളിനെ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് ഇതാണ് ക്വാഡ്രപ്പിൾ എങ്കിൽ ക്വാഡ്രപ്പിളിന്റെ ഒരു ഫീൽഡ് എന്ന് പറയുന്നത്, ഒരു റെക്കോർഡ് ഫീൽഡ് എന്ന് പറയുന്നത്, ഇറ്റ് വിൽ കണ്ടെയ്ൻ മെയിൻലി 4 ഫീൽഡ്സ് ഉണ്ടാവും. ഏതാണ് ഫസ്റ്റ് ഫീൽഡ്? ഇറ്റ് ഈസ് ഓപ്പറേറ്റർ. സെക്കൻഡ് ഫീൽഡ് ഈസ് ഫോർ ആർഗ്യുമെന്റ് 1 and third field is for argument 2 and fourth field is for storing the result. നമ്മളിവിടെ ആർഗ്യുമെന്റ് 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ഓപ്പറാൻഡ് 1 എന്നാണ്. ഓപ്പറാൻഡ് ഓപ്പറേറ്ററും ഇല്ലേ ആണ് ഇവിടെ. ഈ ഒ പി ആണ്. സോ ദീസ് ആർ ദ 4 ഫീൽഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്പറാൻഡ് 1ഉം 2 എന്തായിരിക്കും? അതായത് നമ്മളിപ്പം A+B എന്ന് എഴുതി കഴിഞ്ഞാൽ എയും ബി ആണ് നമ്മുടെ ഓപ്പറേറ്റർ 1 and 2. OP1 അതായത് ആർഗ്യുമെന്റ് 1 ആർഗ്യുമെന്റ് 2 പ്ലസ് എന്ന് പറയുന്നത് ഓപ്പറേറ്റർ. ഇത് ഞാൻ P ഈസ് ഈക്വൽ ടു A+B ആണെങ്കിൽ റിസൾട്ട് എവിടെയാണോ സ്റ്റോർ ചെയ്തത് അതാണ് 4th ആർഗ്യുമെന്റ്. അതായത് ഇതിന്റെ ജനറൽ ഫോർമാറ്റ് വിൽ ബി X ഈക്വൽ ടു Y OP Z. Y OP Z എന്നായിരിക്കും. അതായത് ഇവിടെ Y Z are argument 1 and 2, OP is the operator, X is the result portion, right? ഇതാണ്, ഇങ്ങനെയാണ് സ്റ്റോർ ചെയ്യുക. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത ആ എക്സാമ്പിളിലേക്ക് വരാം. ഏതാ നമ്മൾ നോക്കിയ എക്സാമ്പിൾ?
അതായത് എ ഈസ് ഈക്വൽ ടു ബി സ്റ്റാർ മൈനസ് സി പ്ലസ് ബി സ്റ്റാർ മൈനസ് സി. ഇതാണ് നമ്മുടെ എക്സാമ്പിൾ എന്ന് വിചാരിച്ചു. എക്സാമ്പിളിലേക്ക് വരാം ഞാൻ. തന്നിരിക്കുന്ന എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് ടു റൈറ്റ് ദ ക്വാഡ്രപ്പിൾ റെപ്രസെൻറ്റേഷൻ. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. റൈറ്റ് ദ ക്വാഡ്രപ്പിൾ റെപ്രസെൻറ്റേഷൻ ഫോർ ദ എക്സ്പ്രഷൻ എ ഈസ് ഈക്വൽ ടു ബി സ്റ്റാർ മൈനസ് സി പ്ലസ് ബി സ്റ്റാർ മൈനസ് സി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ റെപ്രസെൻറ്റേഷനിൽ എങ്ങനെയാണ് വരിക നിങ്ങൾക്ക് അറിയാലോ. ഇതിൻ്റെ 3 അഡ്രസ് കോഡ് നിങ്ങൾ പറഞ്ഞ് എങ്ങനെ എഴുതണമെന്ന് ആരെങ്കിലും ഒന്ന് മൈക്ക് ഓൺ ചെയ്തിട്ട് പറഞ്ഞു. നിതിൻ ബാബു ഒന്ന് പറഞ്ഞേ. അജ്മൽ, ഇജാസ്, എങ്ങനെ ഇതിന്റെ ക്വാഡ്രപ്പിൾ എഴുതാമെന്ന് പറഞ്ഞേ. പറയുന്നൊന്നും ക്ലാസ്സിലില്ലേ? ഇല്ലേ? അജ്മലില്ലേ? അജ്മലില്ല. ഇജാസില്ല. സിനാൻ ഒന്ന് പറയാവോ? സിനാൻ സിനാൻ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? സിനാൻ ഇല്ല, കേൾക്കുന്നില്ല. റിസ്വിൻ പറയാവോ? റിസ്വിൻ എങ്ങനെയാണ് ഇതിന്റെ 3 അഡ്രസ് കോഡ് എഴുതാം? ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് 3 അഡ്രസ് കോഡ് എന്ന് പറഞ്ഞു. ഹലോ റിസ്വിൻ, ആർ യു ദേർ? അറിയില്ല. ഇജാസ്, tell me the 3 address code of this. How to write the 3 address code? വേഗം പറ. സംഗീതന അറിയാവോ? സാരംഗ്, റോഷൻ, അറിയാവോ? Tell me yes or no. If you people are in this class, respond my question. Sankeet, Roshan, Sarang, Ajmal. Sarang ഒന്ന് പറഞ്ഞേടാ. യൂണറി മൈനസ് സി സെറ്റ് ചെയ്യാം. ഓക്കെ, വെരി ഗുഡ്. പിന്നെ T2 എന്ന് പറയുന്ന ടെമ്പറേച്ചർ വേരിയബിളിൽ ബി സ്റ്റാർ T1 സെറ്റ് ചെയ്യാം. വെരി ഗുഡ്. പിന്നെ T3 എന്നുള്ളതിൽ മൈനസ് സി, പിന്നെ ലാസ്റ്റ് T5 T2 പ്ലസ് T4 വരും. T5 നമ്മൾ എന്ത് എഴുതും? T2 പ്ലസ് T4. T2 പ്ലസ് T4. Then T6 A is equal to T5 ലാസ്റ്റ് അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി ഇതിന്റെ നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇതിന് ഇതാണ് 3 അഡ്രസ് കോഡ്. നമുക്ക് 3 അഡ്രസ് കോഡ് ചെയ്ത് 3 അഡ്രസ് കോഡ് നമ്മൾ എന്ത് ചെയ്യണം? I wanted to implement this 3 address code. That means I wanted to store this, right? I wanted to store this in a record format. So a quadruple is a record structure having 4 fields. നമ്മൾ 4 ഫീൽഡ് റെക്കോർഡ് ഫോമാറ്റിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ നെക്സ്റ്റ് വരക്കാൻ പോകുന്നത് ഇതിന്റെ ഫീൽഡ്സ് ആണ്. ഏതൊക്കെയായിരുന്നു നമ്മുടെ ഫീൽഡ്സ്? ഓപ്പറേറ്റർ ഉണ്ട്, ആർഗ്യുമെന്റ് 1 ഉണ്ട്, ആർഗ്യുമെന്റ് 2 ഉണ്ട്, ദെൻ in order to store the result. ഇതായിരുന്നല്ലോ 4 ഫീൽഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു സിംഗിൾ റെക്കോർഡിന്റെ കേസിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. നമുക്കിപ്പോൾ കുറേ ഉള്ളതുകൊണ്ട് ഞാനൊരു ടേബിൾ ഫോമാറ്റിൽ വരക്കാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആദ്യത്തേത് എന്താ? ഞാൻ നമ്പർ ചെയ്യുന്നു. ആദ്യത്തിന് 0 എന്ന് നമ്പർ ചെയ്യുന്നു. ആദ്യത്തെ എന്താ? നമ്മുടെ ആദ്യത്തെ കേസ് എന്താ? ഓപ്പറേറ്റർ എന്താ? ആദ്യത്തെ ഓപ്പറേറ്റർ എന്താ? മൈനസ് ഓപ്പറേറ്റർ. സോ ഐ എം റൈറ്റിംഗ് യൂണറി മൈനസ്. നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ സിംപ്ലി മൈനസ് എന്ന് എഴുതാവേ. രണ്ടും കറക്റ്റ് ആണ്. യൂണറി മൈനസ്. ഇതിൽ ഓപ്പറാൻഡ് ഏതാ? യൂണറി മൈനസിന്റെ ഫസ്റ്റ് ആർഗ്യുമെന്റ് ഏതാ? അജ്മൽ പറഞ്ഞേ. യൂണറി മൈനസിന്റെ ആർഗ്യുമെന്റ് ഏതാ? യൂണറി
എത്ര ആർഗ്യുമെന്റ്സ് ഉണ്ട് ഇവിടെ യൂണറി മൈനസിന്? 2. രണ്ടുണ്ടാ? ഇല്ലടാ. യൂണറി മൈനസിന് മൈനസ് സി എന്ന് പറഞ്ഞ ഒറ്റൊരു ആർഗ്യുമെന്റ് അല്ലേ ഉള്ളൂ. മൈനസ് സി യൂണറി എന്ന് പറയുന്നത് തന്നെ എന്തുകൊണ്ടാ ഉള്ളതുകൊണ്ടാണ്. മൈനസ് സി അല്ലേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ലല്ലോ. സി മൈനസ് ഡി ഉണ്ടെങ്കിൽ ഈ മൈനസിന് രണ്ടെണ്ണം ഉണ്ടെന്ന് പറയാം, സി ആൻഡ് ഡി. ഇവിടെ മൈനസ് സി എന്ന് എഴുതുന്ന സമയത്ത് ഒറ്റൊരു ആർഗ്യുമെന്റ് അല്ലേ ഉള്ളൂ. ഓക്കെ, ഇതിന്റെ റിസൾട്ട് എവിടെയാ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അജ്മൽ? ഏത് വേരിയബിളിലാ നോക്കൂ? മൈനസ് T1. അപ്പൊ ഞാൻ എന്ത് എഴുതുന്ന വെച്ചാൽ റിസൾട്ടിൽ T1 എഴുതും. അതായത് T1 ഈക്വൽ ടു മൈനസ് സി എന്നാണ് ഇതിന്റെ മീനിങ്. മൈനസ് ആണ് ഓപ്പറേറ്റർ, ഒരു ആർഗ്യുമെന്റേ ഉള്ളൂ, റിസൾട്ട് T1 സ്റ്റോർ ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ? നെക്സ്റ്റ് ഓപ്പറേറ്റർ എന്താ? സ്റ്റാർ അല്ലേ? ഇവിടെ സ്റ്റാർ അല്ലേ ഓപ്പറേറ്റർ? സ്റ്റാർ. ഓക്കെ, സ്റ്റാറിന്റെ ആർഗ്യുമെന്റ്, ഫസ്റ്റ് ആർഗ്യുമെന്റ് ഏതാ? നിതിൻ പറഞ്ഞ. സ്റ്റാറിന്റെ ഫസ്റ്റ് ആർഗ്യുമെന്റ് ഏതാ? നിതിൻ ബാബു. ഞാൻ നിങ്ങളുടെ ചാറ്റിൽ കാണുന്നില്ല, ആരെങ്കിലും ഒന്ന് മൈക്ക് ഓൺ ആക്കി പറയാൻ നല്ലതായിരുന്നു. ആർഗ്യുമെന്റ് 1 എന്ന് പറയുന്നത് ബിയും ആർഗ്യുമെന്റ് 2 എന്ന് പറയുന്നത് T1 ആണ്. അതിന്റെ റിസൾട്ട് എവിടെയാണ് ഞാൻ സ്റ്റോർ ചെയ്യുന്നത്? റിസൾട്ട് സ്റ്റോർഡ് ഇൻ T2. ക്ലിയർ ആയോ? നേഹ, ദിൽന, സ്നേഹ പറഞ്ഞേ. അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താ വരാന്ന് പറഞ്ഞേ? അടുത്ത ഓപ്പറേറ്റർ ഏതാ? പറയൂ, അടുത്ത ഓപ്പറേറ്റർ ഏതാണ് ഇവിടെ? സംഗീത്. നോക്കടാ, ഇതാ ഫസ്റ്റ് 0th സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞു, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞു. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഞാൻ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ ഓപ്പറേറ്റർ ഏതാ? മൈനസ്, ഓർ യു വിൽ റൈറ്റ് യൂണറി മൈനസ്. റൈറ്റ്, യൂണറി മൈനസിൽ എത്ര ആർഗ്യുമെന്റ് ഉണ്ട്? ഒറ്റൊരു ആർഗ്യുമെന്റ്. അതിന്റെ റിസൾട്ട് ഏതിലാ സ്റ്റോർ ചെയ്യുന്നത്? T3. ആർഗ്യുമെന്റ് 2 ഇല്ല. ഇത് ക്ലിയർ ആയോ? ജസ്ന, അടുത്ത സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേ. ജസ്ന, ജസ്ന ഇല്ല ഈ ക്ലാസ്സില്. ജസ്ന ഷെറിൻ, റിസ്വിൻ. ഓക്കെ, റിസ്വിൻ പറഞ്ഞ അടുത്ത സ്റ്റേറ്റ്മെന്റ് ഏതാ വരിക ഇതില്? സ്വിച്ച് ഓൺ യുവർ മൈക്ക് ആൻഡ് ടെൽ മീ. തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്താ വരിക എന്ന് പറഞ്ഞു? തേർഡ് സ്റ്റേറ്റ്മെന്റിൽ പ്ലസ് വരും, ബി വരും. തേർഡ് ഏതാ നോക്ക്? തേർഡ് ഇതാണ്. ഇത് ഇൻഡു വരും. ഓപ്പറേറ്റർ ഏതാ? സ്റ്റാർ. ഓക്കെ, ഫസ്റ്റ് ആർഗ്യുമെന്റ് 1 ഏതാ? ബി. ആർഗ്യുമെന്റ് 2 T3. റിസൾട്ട് സ്റ്റോർഡ് ഇൻ T4. ഓക്കെ, വെരി ഗുഡ്. ഫോർത്തിന്റെ കേസിലോ? റിസൻ തന്നെ കണ്ടിന്യൂ ചെയ്യും. റിസൻ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് പ്ലസ് അഡീഷൻ. ഓക്കെ, അഡീഷൻ ബിറ്റ്വീൻ T2 and T4. റിസൾട്ട് സ്റ്റോർഡ് ഇൻ T5. ഓക്കെ, വാട്ട് അബൌട്ട് ലാസ്റ്റ് വൺ? ലാസ്റ്റ് എന്താ ഓപ്പറേഷൻ? ഇവിടെ എന്താ ഓപ്പറേഷൻ? A equal to T5. That means an assignment operation, right? Yes. ഇതിലെ ആർഗ്യുമെന്റ് ഏതാണ് ഞാൻ അസൈൻ ചെയ്യുന്ന? ആർഗ്യുമെന്റ് 1 T5. റിസൾട്ട് ഈസ് സ്റ്റോർഡ് ഇൻസൈഡ് A. ക്ലിയർ ആയോ? വെരി ഗുഡ്, താങ്ക് യു റിസ്വിൻ. സോ ദിസ് ഈസ് ദ ഫോർമാറ്റ് ഫോർ റെപ്രസെന്റിംഗ് ക്വാഡ്രപ്പിൾസ്. എന്താണ് അപ്പൊ quadruples എന്ന് വെച്ച് കഴിഞ്ഞാൽ? Quadruples is a way of implementing 3 address code which will contain 4 field to store it. അപ്പൊ ഇവിടെ നോക്കി നിങ്ങൾ ഈ തന്നിരിക്കുന്ന യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിന്റെ അഡ്വാൻറ്റേജസ് നോക്കാം നമുക്ക്. അഡ്വാൻറ്റേജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, what are the main advantages here? Here it is easy for us to rearrange. Okay, easy rearrangement is possible.
for global optimization. And one can quickly access values of temporary variable using symbol table. നമുക്ക് ഇവിടെ ടെമ്പററി വേരിയബിൾസിന്റെ വാല്യൂ ഏതാണെന്ന് ഈസിലി നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റില്ലേ, ക്വിക്ലി ആക്സസ് ചെയ്യാൻ പറ്റില്ലേ? ആക്സസ് വാല്യൂ ഓഫ് ടെമ്പററി വേരിയബിൾസ്, അതാണ് രണ്ടാമത്തെ കേസ്. ഓക്കെ, so these are the main advantages. So here you can see during the code optimization, quadruple representation will not be affected by the instruction movement. Here നമുക്കിപ്പം ഇതിന്റെ കേസ് നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ ചില സ്റ്റേറ്റ്മെന്റ് റിപ്പീറ്റഡ്ലി യൂസ് ചെയ്യുന്നില്ലേ? ഏതൊക്കെയാണ് റിപ്പീറ്റഡ്ലി യൂസ് ചെയ്യുന്നത്? യൂണറി മൈനസ് സി ഇൻ അസൈൻമെന്റ്, ബി സ്റ്റാർ സി നമ്മൾ റിപ്പീറ്റഡ്ലി യൂസ് ചെയ്യുന്ന. നമുക്ക് വേണമെങ്കിൽ അതിനെ ഒപ്റ്റിമൈസ് ചെയ്തിട്ട് വേറൊരു ടേബിൾ വരക്കാം. ഒപ്റ്റിമൈസ്ഡ് ഫോർമാറ്റിലെ ടേബിൾ എങ്ങനെ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർമാറ്റ് ഒക്കെ സെയിം തന്നെ, പക്ഷെ എൻട്രീസ് കുറവായിരിക്കും. ഓപ്പറേറ്റർ, ആർഗ്യുമെന്റ് 1, ആർഗ്യുമെന്റ് 2, റിസൾട്ട്, ഇത് തന്നെ ഫോർമാറ്റ്. പക്ഷെ ഇതിന്റെ എൻട്രീസ്, നമ്പർ ഓഫ് എൻട്രീസ് കുറവായിരിക്കും. ഒരു ആദ്യത്തെ എൻട്രി എന്ന് വെച്ചാൽ യൂണറി മൈനസ് യു മൈനസ് ആർഗ്യുമെന്റ് 1 ഏതാ? സി. Result is stored in ഒറ്റൊരു result. Either T1 you can select or T3 you can select. Right? Okay. T1 ഞാൻ എഴുതുകയാണ്. ഇനി അടുത്ത കേസിൽ എന്താ ഉള്ളത്? സ്റ്റാർ B into T1. Result is stored in T2. അടുത്ത കേസിലോ ഓൾറെഡി T1 യൂണറി മൈനസ് ഉണ്ട്. So what I'm going to do is like, നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്യല്ലേ വേണ്ടത്? T5 എന്ന് വെച്ച് കഴിഞ്ഞാൽ T2 പ്ലസ് T2, റൈറ്റ്? എന്നുവെച്ചാൽ ആ റിസൾട്ട് ഏതിൽ സ്റ്റോർ ചെയ്യും? നമ്മൾ T5 സ്റ്റോർ ചെയ്യും, റൈറ്റ്? ഇവിടെ സ്റ്റാർ, ഇത് പ്ലസ് T5. അസൈൻമെന്റ് എ T5, സോറി T5A എന്നാണ് ഒരു T5A. നമുക്ക് ഇങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്തിട്ട് എഴുതാം, പക്ഷെ ഇപ്പം ഇതിൻ്റെ ആവശ്യമില്ല, ഇത് മാത്രം പഠിച്ചാൽ മതി ക്വാഡ്രപ്പിൾസിൻ്റെ കേസിൽ. ക്ലിയർ ആണോ ഈ പറഞ്ഞത്? ഈ പറഞ്ഞ റെപ്രസെൻറ്റേഷൻ ഓക്കെ ആണോ? നിതിൻ, അഖിൽ, കീർത്തന, മസ്ന, ശ്രീഷ്മ ഓക്കെ ആണോ? ഓക്കെ, ശരി ശരി. ഓക്കെ, ഇനി അടുത്ത റെപ്രസെൻറ്റേഷൻ ഏതാ? നമ്മൾ 3 അല്ലേ പറഞ്ഞത്? നമ്മൾ ഇതിലിപ്പോൾ ആദ്യത്തെ റെപ്രസെൻറ്റേഷൻ കഴിഞ്ഞു. ഏതായിരുന്നു ആദ്യത്തെ റെപ്രസെൻറ്റേഷൻ? കഴിഞ്ഞു. ക്വാഡ്രപ്പിൾസ് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായല്ലോ. ഇനി അടുത്ത റെപ്രസെൻറ്റേഷൻ ഏതാ? അടുത്ത റെപ്രസെൻറ്റേഷൻ ആണ് ട്രിപ്പിൾ റെപ്രസെൻറ്റേഷൻ. ട്രിപ്പിൾ എന്ന് വെച്ചാൽ എന്താ? വാട്ട് ഈസ് ദ വേർഡ് മീനിങ് ഓഫ് ട്രിപ്പിൾ? ക്വാഡ്രപ്പിൾ 4 ആണെങ്കിൽ ട്രിപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ആണ് അല്ലേ? 3 ആണ്. So here triple means we are using in triple representation the use of temporary variable is avoided. Instead, reference to instructions are made. എന്താണ് ചെയ്യുന്നത്? Here, in order to avoid the temporary variables, we are using a method called temporary variables are avoided here. Instead that we are using a reference to the instruction is made here. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഓൾറെഡി പറഞ്ഞു, നമ്മൾ ട്രിപ്പിളിൽ എത്ര ഫീൽഡേ ഉണ്ടാവുള്ളൂ? ട്രിപ്പിൾ ആണെങ്കിൽ ട്രിപ്പിളിന്റെ വേർഡ് മീനിങ് വെച്ചിട്ട് ട്രിപ്പിൾ എത്ര ഫീൽഡേ ഉണ്ടാവുള്ളൂ? എത്ര ഫീൽഡേ ഉണ്ടാവുള്ളൂ അഖിൽ പറഞ്ഞേ? എത്ര ഫീൽഡേ ഉണ്ടാവുക? പറയുന്നുണ്ടോ ആൻസർ? എത്ര ഫീൽഡേ ഉണ്ടാവുള്ളൂ അഖിൽ? ഇല്ല, ആൻസർ ഇല്ല. മനസ്സിലായിട്ടില്ലേ അഖിൽ? അഖിൽ സി പോൾ, ദേവിക, ട്രിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ വേർഡ് മീനിങ്? 3 എന്നല്ലേ ട്രിപ്പിളിന്റെ വേർഡ് മീനിങ്? യെസ്, വെരി ഗുഡ് അനക, 3. അപ്പോൾ നമ്മൾ 3 ഫീൽഡേ ഉണ്ടാവുള്ളൂ ഒരു റെക്കോർഡിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഏതൊക്കെ ഫീൽഡ് ആയിരിക്കും? നമുക്കിവിടെ ടെമ്പററി വേരിയബിൾസ് റിസൾട്ടിലല്ലേ വരുന്നത്? ഓക്കെ, ഇവിടെ നോക്കിയ ടെമ്പററി T1, T2, T3, T4, T5 ഇവിടെ വരുന്നതൊക്കെ ടെമ്പററി വേരിയബിൾസ്. നമ്മൾ ഇതിനെ അവോയ്ഡ് ചെയ്തിട്ട് ഇതിന് പകരം നമ്മളൊരു റെഫറൻസ് ആണ് കൊടുക്കുക, റിസൾട്ട് എവിടെയാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത് എന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രിപ്പിൾ റെപ്രസെൻറ്റേഷനിലേക്ക് പോവാം. ട്രിപ്ലേറ്റ് റെപ്രസെൻറ്റേഷനിൽ 3 ഫീൽഡേ ഉണ്ടാവുള്ളൂ.
അതെങ്ങനെയാ 3 ഫീൽഡ് നോക്കിയാൽ നിങ്ങൾ? ഏതൊക്കെയാ 3 ഫീൽഡ് എന്ന്? ഓപ്പറേറ്റർ, ആർഗ്യുമെന്റ് 1 and 2. ദിസ് ഈസ് ദ ഫീൽഡ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് റെപ്രസെന്റ് ചെയ്യാം. ഈ സെയിം എക്സാമ്പിളിനെ തന്നെ ട്രിപ്പിൾ റെപ്രസെന്റേഷൻ ആണ് ഞാൻ പറയുന്നത്. ട്രിപ്പിൾ റെപ്രസെന്റേഷൻ. നമുക്ക് തന്നിരിക്കുന്ന എക്സ്പ്രഷൻ ഏതായിരുന്നു? A is equal to B star minus C plus B star minus C. ഓക്കെ, നമുക്ക് ഓൾറെഡി അറിയാലോ ഏതൊക്കെയാണ് നമ്മുടെ 3 അഡ്രസ്സസ് കോഡ് എന്ന് അറിയാലോ. സെയിം സാധനം ഞാൻ ഇവിടത്തേക്ക് എടുക്കണോ? T1 ഈക്വൽ ടു മൈനസ് സി എന്നൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കേസ് അല്ലേ, അതിന് എഴുതണ്ടല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഫീൽഡ് എന്ന്. ഉണ്ട്, ആർഗ്യുമെന്റ് 1 ഉണ്ട്, ആർഗ്യുമെന്റ് 2 ഉണ്ട്. ഇതാണ് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തേത് ഫസ്റ്റിലേത്തത് ഏതായിരുന്നു നമ്മുടെ ഓപ്പറേറ്റർ? നോക്കിയ പ്രീവിയസ് പേജില് ആദ്യത്തെ ഓപ്പറേറ്റർ ഏതാ? മൈനസ് സി അല്ലേ? അപ്പോൾ നിങ്ങൾക്കറിയാം ഓപ്പറേറ്റർ മൈനസ് ആണ്. ആർഗ്യുമെന്റ് 1 ഏതാ? സി ആണ്. ആർഗ്യുമെന്റ് 2 ഒന്നുമില്ല. ഇതൊക്കെ അല്ലേ? ഓക്കെ, രണ്ടാമത്തെ കേസിൽ ഏതാ ഓപ്പറേറ്റർ? സെക്കൻഡ് കേസിൽ സ്റ്റാർ ആണ് ഓപ്പറേറ്റർ, ബി. ഇനി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ആർഗ്യുമെന്റ് ഏതാ നമ്മുടെ? നോക്കിയാൽ നിങ്ങൾ പ്രീവിയസ് പേജിൽ ബി സ്റ്റാർ T1 എന്നാണ് ഉള്ളത് അല്ലേ? T1 എന്നല്ലേ ഉള്ളത്? ബി സ്റ്റാർ T1. T1 എവിടെ ഉള്ളതാ? ഫസ്റ്റ് അഡ്രസ്സിൽ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട് അല്ലേ? Am I right? 0 ബി സ്റ്റാർ. ഇപ്പം സ്റ്റാർ മൈനസ് സി എന്ന് പറയുന്നത് ഞാൻ ഈ അഡ്രസ്സിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്, 0th അഡ്രസ്സിൽ. അതായത് ഇതാണ് ഞാൻ ഇവിടുത്തെ അഡ്രസ് എന്ന് വെച്ചത്, 0th അഡ്രസ്സിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. എനിക്ക് ചെയ്യേണ്ടത് എന്താ? സ്റ്റാർ ചെയ്യേണ്ടത് ബി സ്റ്റാർ മൈനസ് സി ആണ്. ഈ മൈനസ് സി എവിടെ സ്റ്റോർ ചെയ്തിട്ടുള്ളത്? 0th അഡ്രസ്സിൽ. അപ്പൊ ഞാൻ ഐ വിൽ റെഫർ ദാറ്റ് അഡ്രസ് ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് എ ടെമ്പററി വേരിയബിൾ. നേരത്തെ ഞാൻ എന്ത് ചെയ്തു? ബി സ്റ്റാർ മൈനസ് സി ഇത് T1 സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ടെമ്പററി വേരിയബിൾ. ഐ എം അവോയ്ഡിങ് ഇറ്റ്. ഇൻസ്റ്റെഡ് ഓഫ് ദറ്റ് ഐ എം യൂസിങ് ദ അഡ്രസ് ഓഫ് വേർ ദ മൈനസ് സി സ്റ്റോർഡ്. എവിടെയാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്? 0th അഡ്രസ്സിൽ. ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത കേസിലോ 2 എന്ന് പറയുന്ന അഡ്രസ്സിൽ ഞാൻ സ്റ്റോർ ചെയ്യുന്നത് എഗെയിൻ ഓപ്പറേഷൻ എന്ന് പറയുന്നത് മൈനസ് സി തന്നെയാണ്, മൈനസ് സി. ഓക്കെ, അതിൽ ഡൗട്ട് ഒന്നുമില്ല. അടുത്ത കേസിൽ എന്താ? മൂന്നാമത്തെ ഓപ്പറേഷൻ ഞാൻ ചെയ്യാൻ പോകുന്നത് സ്റ്റാർ ഓപ്പറേഷൻ ആണ് ബിറ്റ്വീൻ. ഇവിടെ എന്താ വരിക? നിങ്ങൾ പറഞ്ഞേ, കീർത്തന പറഞ്ഞേ, ഇവിടെ എന്ത് വരും? What will be the entry here? Star performing a multiplication operation between. ചെയ്യേണ്ടത് ബി സ്റ്റാർ സി ആണ് ചെയ്യേണ്ടത് അല്ലേ? ഏതായിരിക്കും ആർഗ്യുമെന്റ് 2 എന്ന് പറയുന്നത്? കീർത്തന, ഹലോ കീർത്തന കേൾക്കുന്നില്ലേ? കീർത്തന, മനസ്സിലായിട്ടില്ലേ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞത്? മനസ്സിലായോ അനക, വൈഷ്ണവി? അത് 1 കൊടുത്തൂടെ? ഏത് 1-ലെടാ? ഇപ്പൊ നമ്മൾ ഇതുപോലെ മൈനസ് സി എന്നുള്ളതിന് പകരം അല്ലേ? അത് ഒപ്റ്റിമൈസേഷനിലേ ചെയ്യുള്ളൂ. ഞാൻ ഇന്നലെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ, ഇതിന്റെ ഈ ഇന്റർമീഡിയറ്റ് കോഡ് നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യും. അപ്പൊ മാത്രമേ നമ്മൾ ഈ സെയിം റെപ്രസെന്റേഷൻ എലിമിനേറ്റ് ചെയ്യുള്ളൂ. ഇപ്പൊ നമ്മൾ സെപ്പറേറ്റ് അഡ്രസ് ആയിട്ട് തന്നെ സ്റ്റോർ ചെയ്യുക. അപ്പൊ ഈ സ്റ്റാർ ഓപ്പറേഷൻ ബിറ്റ്വീൻ ബി ആൻഡ് ഏത് അഡ്രസ് ആയിരിക്കും? മൈനസ് സി. ഇപ്പം ലാസ്റ്റ് സ്റ്റോർ ചെയ്ത മൈനസ് സി എവിടെയുള്ളത്? 2 എന്ന് പറഞ്ഞ അഡ്രസ്സിൽ, 2 എന്ന് പറയുന്ന റെഫറൻസിൽ, റൈറ്റ്? സോ ഐ ആഡ് 2 ഹിയർ. അടുത്ത സ്റ്റെപ്പിൽ എന്താ വരിക? ഇപ്പം ബി സ്റ്റാർ സി ആയി, ബി സ്റ്റാർ മൈനസ് സി ആയി, ബി സ്റ്റാർ മൈനസ് സി ആയി. നെക്സ്റ്റ് ഐ ഹാവ് ടു ഡു ദ അഡീഷൻ ഓപ്പറേഷൻ, റൈറ്റ്? സോ അഡീഷൻ ബിറ്റ്വീൻ ബി സ്റ്റാർ മൈനസ് സി. ഇപ്പം ഏത് റെഫറൻസിലാണ് ഉള്ളത്? നോക്കിയേ നിങ്ങൾ. ആദ്യത്തെ ഒരു റെഫറൻസ് 1-ലാണ് ഉള്ളത്, രണ്ടാമത്തെ റെഫറൻസ് 3-ലാണ് ഉള്ളത്, ബി സ്റ്റാർ മൈനസ് സി അല്ലേ? Am I right? 1-ലും 3-ലും അല്ലേ നമ്മൾ ബി സ്റ്റാർ മൈനസ് സി ചെയ്തിട്ടുള്ളത്? അപ്പൊ ഇവിടെ ഞാൻ എന്ത് എഴുതും? ഫസ്റ്റ് അഡ്രസ് 1 ആയിട്ടും സെക്കൻഡ് റെഫറൻസ് 3 ആയിട്ടും എഴുതും. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഈ കിട്ടിയിരിക്കുന്ന വാല്യൂ, അതായത് ഈ റെഫറൻസ് ഇത് സ്റ്റോർ ചെയ്തിട്ടുള്ള 4 എന്ന് പറയുന്ന റെഫറൻസിലാണ്.
നെക്സ്റ്റ് എന്താ ഫിഫ്ത്ത് റെഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ആം ഡൂയിങ് ആൻ അസൈൻമെന്റ് ഓപ്പറേഷൻ ബിറ്റ്വീൻ എ ഇസ് ഈക്വൽ ടു 4. ഈ ഫോർത്ത് എന്ന് പറഞ്ഞ റെഫറൻസിലാണ് ഇതുള്ളത്. അതുകൊണ്ട് എ ഇസ് ഈക്വൽ ടു 4 എന്ന് പറഞ്ഞ റെഫറൻസ് കൊടുക്കും. ക്ലിയർ ആണോ ഈ പറഞ്ഞത്? ടെൽ മീ യെസ് ഓർ നോ. Yes, yes. യെസ്. നിതിൻ ബാബു, അഖിൽ, അജ്മൽ. Okay. Yes. ഓക്കെ, ക്ലിയർ ആയല്ലേ? അപ്പൊ ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്താ? ഇപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ മൂവിങ് ആൻ ഇൻസ്ട്രക്ഷൻ മേ റിക്വയർ അസ് ടു ചേഞ്ച് ദ റെഫറൻസ് ടു ദ റിസൾട്ട്. നമ്മളിവിടെ എല്ലാം റെഫറൻസ് അല്ലേ ചെയ്യുന്നത്. -c എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ബി സ്റ്റാർ മൈനസ് ഡി ആക്കുന്നു വിചാരിച്ചോ, റൈറ്റ്? അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത്? -d എന്ന് ആദ്യം ഒരു ടെമ്പററി വേരിയബിൾ, നേരത്തെ ആണെങ്കിൽ നമ്മൾ ടെമ്പററി വേരിയബിളിൽ ചേഞ്ചസ് വരുത്തിയാൽ മതി അല്ലേ? ടെമ്പററി വേരിയബിൾ ഇവിടെ ആണെങ്കിലോ ആ റെഫറൻസ് തന്നെ ചേഞ്ച് ചെയ്യണം, ആ അഡ്രസ് വാല്യൂ തന്നെ ചേഞ്ച് ചെയ്യണം. സോ മൂവിങ് ആൻ ഇൻസ്ട്രക്ഷൻ മേ റിക്വയർ അസ് ടു ചേഞ്ച് ഓൾ റെഫറൻസ് ടു ദ റിസൾട്ട്. എവിടെയൊക്കെ 1 വന്നിട്ടുണ്ട്, ഇവിടെ നോക്കി നിങ്ങൾ, ഈ 1 എന്ന് പറയുന്നത് ഇതാ, 1 എന്ന് പറയുന്നത് ഇവിടെ യൂസ് ചെയ്തിട്ട്, 0 എന്ന് പറയുന്നത് എവിടെയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് നോക്കി. 0 ഇവിടെ വന്നു, ഇവിടെ വന്നു. 1 ആണെങ്കിൽ ഇതാ ഇവിടെ യൂസ് ചെയ്തു, ഇവിടെ യൂസ് ചെയ്തു. അപ്പൊ നമുക്ക് എവിടെയൊക്കെ റെഫറൻസ് വരുന്നുണ്ടോ അവിടെയൊക്കെ ചേഞ്ചസ് വരുത്തണം. ദാറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് ഫോർ അസ്. എവിടെയെങ്കിലും നമ്മൾ ചേഞ്ചസ് വരുത്താൻ മറന്നുപോയി കഴിഞ്ഞാൽ ദാറ്റ് വിൽ കോസസ് എ പ്രോബ്ലം ഇൻ പോയിന്റിങ്. ഇല്ലീഗൽ ഡീറെഫറൻസിങ് എന്ന് പറയും നമ്മൾ. ദാറ്റ് വിൽ കോസസ് ചേഞ്ച് is required in the triplet format. The problem is you have to change the reference to the result. That will be a tedious task. Clear? ഇതാണ് ട്രിപ്ലെറ്റ് റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ. ഇനി എന്താ ഉള്ളത്? മൂന്നാമത്തെ എന്താ? മൂന്നാമത്തെ റെപ്രസെന്റേഷൻ ഇത് ട്രിപ്പിൾ. മൂന്നാമത്തെ റെപ്രസെന്റേഷൻ പേരാണ് ഇൻഡയറക്റ്റ് ട്രിപ്പിൾസ്. ഇത് ഈസിയാണ്. ഇൻഡയറക്റ്റ് ട്രിപ്പിൾസ് എന്ന് വെച്ചാൽ ദിസ് ഈസ് എ റെപ്രസെന്റേഷൻ മേക്ക് യൂസ് ഓഫ് pointer to the listing of all reference to the computation which is made separately and we are storing it here. What the triplet representation do is like നമ്മളെ തന്നെ, പക്ഷെ we have to maintain an additional table. അതായത് നമ്മൾ നോർമൽ ട്രിപ്ലെറ്റ് ടേബിൾ തന്നെ, ഓക്കെ, അതിൻ്റെ കൂടെ ഒരു റെഫറൻസ് ടേബിളും കൂടെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാ? ഇതിന്റെ അഡ്രസ്സിന് വേണ്ടിയിട്ട്. അപ്പൊ എങ്ങനെ വരും നമ്മുടെ ട്രിപ്ലെറ്റ് റെപ്രസെന്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് അഡ്രസ് സ്പേസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നാണ് ഇതിന്റെ മീനിങ്. നിങ്ങളുടെ ട്രിപ്ലെറ്റ് കോഡ് ഇതുപോലെ തന്നെ, ടേബിൾ ഇതുപോലെ തന്നെ ഉണ്ടാവും. അതിന്റെ കൂടെ ഐ മെയിൻറ്റെയിൻ എൻ എക്സ്ട്രാ ടേബിൾ. ദിസ് ഇസ് എ റെഫറൻസ് ടേബിൾ. ഇവിടെ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ നമ്മൾ അഡ്രസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുവാണ് അഡ്രസ് 100, 101, 102, 103, 104, ഇത്രയും 4 അഡ്രസ്സസ് ഞാൻ എടുത്തതെന്ന് വെച്ചാൽ 5 അഡ്രസ്സസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുവാണ് 0th അഡ്രസ്സിൽ ഞാൻ സ്റ്റോർ ചെയ്യുന്നത് റെഫറൻസ് ടു ദ 0th. അടുത്ത റെഫറൻസ് ഏതാ? 1, അത് 101 സ്റ്റോർ ചെയ്യുന്നു. അടുത്ത 2 ഇവിടെ സ്റ്റോർ ചെയ്യുന്നു. 3 എന്ന് പറയുന്ന റെഫറൻസ് ഈ ഒരു അഡ്രസ് ടേബിൾ സ്റ്റോർ ചെയ്യുന്നു. 4 എന്ന് പറയുന്നത് ഇവിടെ സ്റ്റോർ ചെയ്യുന്നു. 5 എന്ന് പറയുന്നത് ഇവിടെ സ്റ്റോർ ചെയ്യുന്നു. This is similar to the triplet representation, but an extra instruction list or extra reference table is added here. So here a separate list of pointer to the triple structure is maintained here. So here when instructions are moved, this list will be changed or reordered. And no need of changing all the triplet format. നമുക്ക് ഇവിടെ കംപ്ലീറ്റ് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. റെഫറൻസ് 0ൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് എഴുതും? ഇപ്പോൾ 1 ആണ് ഞാൻ റെഫർ ചെയ്യുന്നതെന്ന് ചോദിച്ചോ, ഇവിടെ 1 എന്ന് എഴുതും. അപ്പോൾ നമുക്ക് ഈസിലി ഡീറെഫറൻസിങ് ഈസിയായി. നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ അത് മാത്രം പോയി റെഫർ ചെയ്താൽ മതി. ഓക്കെ, അതാണ് ട്രിപ്പിൾ റെപ്രസെന്റേഷനും ഇൻഡയറക്റ്റ് ട്രിപ്പിൾ റെപ്രസെന്റേഷനും. ഈ പറഞ്ഞത് വരെ ക്ലിയർ ആണോ? ഓക്കെ ആണോ? മനസ്സിലായോ ഞാൻ ലാസ്റ്റ് പറഞ്ഞ? നിതിൻ, ദിൽന, സാരംഗ്, പ്രണവ്, നേഹ, മസ്ന, ശ്രീഷ്മ. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അജ്മലെ.
ഓക്കെ, ഇപ്പൊ നോക്കിയേ, ഇൻഡയറക്റ്റ് ട്രിപ്പിൾസിൽ ഞാൻ എന്താ എഴുതിയിരിക്കാൻ നോക്കൂ, ഡയറക്റ്റ് ട്രിപ്പിൾസിന്റെ അഡ്രസ്സ് ഇതാണ് ട്രിപ്പിൾ റെപ്രസെന്റേഷൻ. അതിന്റെ കൂടെ 0 ഞാൻ 35 എന്ന അഡ്രസ്സിൽ സ്റ്റോർ ചെയ്യുന്നു, 1 എന്നത് 36, 37 2, 38 3, 39 4, 45. So this representation is an enhancement over normal triplet representation. It uses an additional instruction array to lead the pointer to the triplet. Okay ആണോ? Clear ആണോ? അപ്പോൾ so these are the different ways to represent different ഇൻഡയറക്റ്റിന്റെ ഒരു ചെറിയ എക്സാമ്പിൾ കാണിച്ചു തരും. ഇൻഡയറക്റ്റിന്റെ വേറൊരു എക്സാമ്പിൾ ഇവിടെ ഉണ്ട്, നോക്കിയേ നിങ്ങള്. A plus B star C by E എന്നുള്ള എക്സാമ്പിൾ എടുക്കാം നമുക്ക്. ഓക്കെ, ഞാൻ ഇതിന്റെ കട്ട് ഷോർട്ട് ചെയ്തിട്ടുള്ള ഒരു എക്സാമ്പിൾ എടുക്കുന്ന A plus B star C by E. ഓക്കെ, അപ്പൊ നിങ്ങൾക്കറിയാം ഇതിന്റെ ട്രിപ്ലറ്റ് റെപ്രസെന്റേഷൻ എങ്ങനെ വരും. ആദ്യത്തേത് ടെമ്പററി വേരിയബിൾസ് നമ്മൾ യൂസ് ചെയ്യില്ലല്ലോ ഇവിടെ, ഇല്ലല്ലോ. അതിന് പകരം എന്ത് യൂസ് ചെയ്യും, റെഫറൻസ് യൂസ് ചെയ്യും. അപ്പൊ ഇതിന്റെ ടേബിൾ എങ്ങനെ വരും നോക്കി നിങ്ങൾ. A plus B star C ആണെന്ന് വിചാരിച്ചോ, റൈറ്റ്. അപ്പോൾ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ, ആദ്യം ഏത് ഓപ്പറേഷനാ ചെയ്യുക, ഹയസ്റ്റ് പ്രസിഡൻസ് ഏതിനാ, ട്രിപ്ലറ്റ് ടേബിൾ എന്ന് പറഞ്ഞേ. ഓപ്പറേറ്റർ ആർഗ്യുമെന്റ് 1, ആർഗ്യുമെന്റ് 2 and a space for storing the address, right, or reference. അപ്പോൾ ഇവിടെ ഹയസ്റ്റ് പ്രസിഡൻസ് വരുന്ന ഏതാന്ന് പറഞ്ഞേ, ഓപ്പറേറ്റർ ഏതാ, സ്റ്റാർ അല്ലേ. സ്റ്റാറിലെ ആർഗ്യുമെന്റ്സ് ഏതൊക്കെയാ, P and C, and this address, this result of this will be stored inside an reference called 0. അടുത്തത് എന്താ, പ്ലസ്. ഇതിന്റെ ആർഗ്യുമെന്റ് 1 ഏതാ, A. റിസൾട്ട് എവിടെയുള്ളത്, റെഫറൻസ് 0. That will be stored inside reference 1. ഓക്കെ ആണോ, ഇത് ക്ലിയർ ആണോ? ഓക്കെ, ഇനി എന്ത് ചെയ്യണം, നമുക്കൊരു ഡയറക്റ്റ് ടേബിളും കൂടെ മെയിൻറ്റെയിൻ ചെയ്യണം. എത്ര അഡ്രസ്സ്, എത്ര വാല്യൂസ് സ്റ്റോർ ചെയ്യാനുള്ള അഡ്രസ്സ്, 105. അവിടെ ഞാൻ സ്റ്റോർ ചെയ്യുന്നു 1, 106. ഇവിടെ ഞാൻ സ്റ്റോർ ചെയ്യുന്നു, അല്ല ഇവിടെ 0, ഇവിടെ 1 റെഫറൻസ്. ബാക്കിയെല്ലാം ഫീൽഡ് ഫ്രീ ആയി കിടക്കും. അത്രയാണ്. ക്ലിയർ ആയോ ഇപ്പൊ? ഇപ്പൊ ഓക്കെ ആണോ ഇത്? റിസ്വിൻ, അജ്മൽ, ഇതിന്റെ ഫുള്ള് നോക്കിയാ മതി. ഓക്കെ അല്ലേ? നിതിൻ ബാബു, പ്രണവ്, കാർത്തിക്, കീർത്തന, ദിൽന, ദേവിക. ഓക്കെ, അപ്പൊ ഇതാണ് 3 റെപ്രസെന്റേഷൻ. ഇതിന്റെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന PPT-യിൽ ഇതിന്റെ കുറച്ചും കൂടെ വലിയ എക്സാമ്പിൾ, അതായത് A is equal to B star C by E raised to F plus B star A. ഇത് വലിയൊരു എക്സ്പ്രഷനാണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ എടുക്കുന്ന സമയത്ത് ഇപ്പൊ നിങ്ങൾക്ക് വലിയൊരു എക്സ്പ്രഷൻ തന്നു, A plus B star C by E raised to F plus B star A. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇതിൽ ഹയസ്റ്റ് പ്രസിഡൻസ് വരിക raised to എന്നാണ്, റൈറ്റ്. അപ്പൊ നിങ്ങൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതും, ഓപ്പറേറ്റർ 1 എന്ന് പറയുന്നത് ഓപ്പറേറ്റർ ആർഗ്യുമെന്റ് 1, ആർഗ്യുമെന്റ് 2, അങ്ങനെയല്ലേ എഴുതുക നിങ്ങൾ. അപ്പോ ഇവിടെ എഴുതുന്ന സമയത്ത് ഇപ്പൊ ഞാൻ നിർത്താവേ, ഇതും കൂടെ പറഞ്ഞിട്ട്. ആർഗ്യുമെന്റ് 2 എന്ത് വരും, E raised to F ആണ് വരിക അല്ലെ, raised to E, ആർഗ്യുമെന്റ് 2 എന്ന് പറയുന്നത് F. അത് ഞാൻ ഇവിടെ ആദ്യത്തെ അഡ്രസ്സിൽ സ്റ്റോർ ചെയ്യുന്നു. ഇനി രണ്ടാമത്തേതോ E star F ചെയ്ത് കഴിഞ്ഞു. അടുത്ത ചെയ്യേണ്ടത് ആണ്, റൈറ്റ്, സ്റ്റാർ ബിൻ B star and റൈറ്റ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, ഇവിടെ സ്റ്റാർ എന്ന് എഴുതും, B and C എന്ന് എഴുതും,
അഡ്രസ് വിൽ ബി സ്റ്റോർഡ് ഇൻസൈഡ് 2. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയി. ഇനി എന്താ ചെയ്യേണ്ടത്? അടുത്ത ഡിവിഷനാണ്. ഡിവിഷൻ ബിറ്റ്വീൻ ഏതൊക്കെയാ? ബി, ഇങ്ങനെയാണ് ഓപ്പറേഷൻ വരിക. ബി സ്റ്റാർ സി ഡിവൈഡഡ് ബൈ ഇ റേസ് ടു എഫ്. ദാറ്റ് മീൻസ് ഡിവിഷൻ ബിറ്റ്വീൻ അഡ്രസ് 1 ആൻഡ് റഫറൻസ് 2. ഇങ്ങനെ വേണം എഴുതാൻ വേണ്ടിയിട്ട്. ക്ലിയർ? ഓക്കെ, എനി ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫോർ ദ ടൈമിംഗ് ഐ സ്റ്റോപ്പ് ഹിയർ.